പെൻഷൻ മുടങ്ങിയപ്പോൾ ഭിക്ഷയാചിച്ച് സമരം ചെയ്ത മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. മുടങ്ങിയ വിധവാ പെൻഷൻ നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെയും അടിമാലി പഞ്ചായത്തിൻ്റെയും വിശദീകരണം തേടിയിട്ടുണ്ട്. രേഷ്മ ബാബുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. രേഷ്മ, വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് വലിയ സമരത്തിലേക്കടക്കം കടന്ന മറിയക്കുട്ടി മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. മുടങ്ങിയ വിധവാ പെൻഷൻ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മറിയക്കുട്ടി നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്ന് പരിഗണിക്കുകയും സർക്കാരിന്റെ ഒപ്പം തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിശദീകരണം അടക്കം തേടിയിരിക്കുകയും ആണ്. പ്രധാനമായിട്ടും ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മുടങ്ങിയ വിധവാ പെൻഷൻ തുക തിരികെ നൽകാനായിട്ട് സർക്കാർ നിർദ്ദേശം നൽകണം. ജൂലൈ മാസം വരെയാണ് തനിക്ക് വിധവാ പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 5 മാസത്തോളമായിട്ട് ഈ വിധവാ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുടങ്ങിയ പെൻഷൻ തുക തിരികെ നൽകണം. ഭാവിയിൽ ഈ തുക മുടങ്ങാത്ത രീതിയിൽ സർക്കാരിന് നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹർജിയിൽ മറിയക്കുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സർക്കാർ വിഹിതം, അതായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന് നൽകാൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നൽകാനായിട്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഹർജിക്കാരി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ഒരു ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ഒരു വ്യക്തിയാണ്, മക്കളുടെ ആശ്രയത്തിലാണ് കഴിയുന്നത്. ഈ പെൻഷൻ തുക മാത്രമാണ് തന്റെ മരുന്നുകൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ തുക മുടങ്ങിയത് മൂലം, പെൻഷൻ മുടങ്ങിയത് മൂലം മാസങ്ങളായിട്ട് തനിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടത്തുവാനോ സാധിക്കാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടെന്നും മറിയക്കുട്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പെൻഷൻ തുക മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഭിക്ഷ ചട്ടിയെടുത്ത്, അതായത് ആ ചട്ടിയെടുത്ത് ഭിക്ഷ യാചിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അത്തരം ഒരു പ്രതിഷേധ സമരം നടത്തിയത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അതിന്റെ നിയമ നടപടികളിലേക്കും കൂടി മറിയക്കുട്ടി കടന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം ഏറ്റവും നിർണായകം തന്നെയാണ്. പ്രാഥമികമായിട്ടാണ് ഹൈക്കോടതി നിലവിൽ ഈ ഹർജിയിന്മേൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഒപ്പം തന്നെ അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഒപ്പം തന്നെ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേൾക്കുകയും ചെയ്യും. ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും വീണ്ടും പരിഗണിക്കുക. വിധവാ പെൻഷനായി മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. രേഷ്മ തുടരും.